ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? ഇത് എക്സാമിന് ചോദിക്കും. രക്തത്തിൽ ഗ്ലൂക്കോസ് എന്ന കണ്ടൻറ്റിൻ്റെ അളവ് എത്രയാണെന്ന്. നമ്മൾ ഷുഗർ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെടും. അപ്പോൾ 100 ml രക്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെ എന്തുണ്ടായിരിക്കണം? ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം. ഈ 70 മുതൽ 110 വരെയുള്ള ആ ഒരു ലെവലിനുള്ളിലാണ് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് വരുന്നതെങ്കിൽ അവരുടെ ഷുഗർ എന്തായിരിക്കും? നോർമലായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ 70 മുതൽ 110 വരെ 100 ml 70 മുതൽ 110 മില്ലിഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആണ് ഒരു സാധാരണ അളവ്. ഈ ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് ആരാണെന്നറിയോ? ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ്. അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും ഉണ്ടാക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്തുന്നത്. ഇനി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ എങ്ങനെയാണിത് ക്രമീകരിക്കുക? അതായത് രക്തത്തിൽ നമുക്ക് ഷുഗറിൻ്റെ അളവ് കൂടൂലേ? അപ്പോൾ ആ ഒരു കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ കൂടുതൽ ഇല്ലാതാക്കി സാധാരണ ഗതിയിലേക്ക് എങ്ങനെ വരും? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്തു ചെയ്യും? അതിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കും. അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ, അപ്പോൾ നമ്മളിവിടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഇൻസുലിൻ എന്താ ചെയ്യുക? ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജനാക്കി മാറ്റും. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുന്നത് ഇൻസുലിൻ എന്ത് ചെയ്യും? ഇല്ലാതാക്കും. ഇനി ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? അമിനോ ആസിഡൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് നിർമ്മിക്കും. കുറഞ്ഞു പോയ ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെയും കുറയാതെയും എന്ത് ചെയ്യുന്നു? ആര് സഹായിക്കുന്നു? 2 പേരുടെ കൂട്ടായ പ്രവർത്തനം അതിന് സഹായിക്കുന്നു, ഇൻസുലിനും ഗ്ലൂക്കഗോണും.